ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് വേ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. നിങ്ങളൊരു ബിസിനസ് മാനോ ബിസിനസ് വുമണോ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ സർവീസോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സും ഗ്രോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ബിസിനസ്സിലൂടെ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണം വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിനകത്തൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിപ്പം എല്ലാവരും ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും മാർക്കറ്റിംഗ് എല്ലാം മാറ്റി ഇപ്പം ഇൻസ്റ്റഗ്രാമിലേക്ക് വരുന്നുണ്ട്. ഫേസ്ബുക്ക് ഇപ്പം കുറച്ചൊന്ന് ഡൗൺ ആയി കിടക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിനകത്ത് ഫേസ്ബുക്കിൻ്റെ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ബട്ട് ഇൻസ്റ്റഗ്രാമാണ് ഇപ്പം ബൂമിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി സർവീസും കാര്യങ്ങളും എല്ലാം മാർക്കറ്റിങ്ങും എല്ലാം ഇൻസ്റ്റഗ്രാമിനെ ബേസ് ചെയ്തായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സീരീസ് 1 ആണ്. സീരീസ് 1 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫസ്റ്റ് ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സീരീസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്തും വേണം, എന്ത് സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ടീ, കോഫി, പാൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് ഉദാഹരണത്തിന് വേണ്ടി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ US-ലാണെന്ന് തോന്നുന്നു, ഫോറിൻ കൺട്രിയിലെങ്ങാണ്ടാണ് ഇപ്പോൾ 2 ഗേൾസ് ചേർന്നിട്ടൊരു ഹോമൊക്കെ അറേഞ്ച് ചെയ്യുന്ന, അതായത് അടുക്കി പറക്കി വൃത്തിയാക്കി വെക്കുന്ന അങ്ങനെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമുക്കിപ്പോൾ ഹോമൊക്കെ ഇപ്പോൾ അടുക്കി പറക്കി വെക്കുക ഇതന്നെ എല്ലാവർക്കും അറിയത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് ഫസ്റ്റ് റീൽസും പോസ്റ്റൊക്കെ ഇട്ട് അവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ ഒന്ന് ഇതാക്കി. അതിനുശേഷം അവർ ബിസിനസ്സിന് ഇട്ടിരുന്ന പേരെന്ന് പറയുന്ന ഹോം എഡിറ്റ് എന്നാണ്. നിങ്ങൾക്ക് ആ പേജ് കണ്ടാൽ അത് മനസ്സിലാകും. ഓക്കെ, അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റഗ്രാമിനകത്തുകൂടി കിച്ചൺ ഇപ്പോൾ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിട്ട് അടുക്കി പറക്കി വെക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഇപ്പോൾ മാവ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, വെജിറ്റബിൾസ്, മാവ്, ബാക്കി മസാല കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ സ്പെസിഫിക് ആയിട്ട് നല്ല കണ്ടെയ്നേഴ്സിനകത്ത് അടുക്കി പറക്കി വെച്ച് അവർ സെറ്റപ്പ് ആക്കി അത് ഒരു ഓർഡറിൽ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ ഇത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സർവീസാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ കുറച്ചൊരു ഇതായിട്ട് തോന്നുമെങ്കിലും അതിനുശേഷം ആ ഒരു ബിസിനസ് വളരെ ബൂമിംഗ് ആയിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോളോവേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാകും. അതുപോലെ തന്നെ ഇത് അടുക്കി പറക്കാനായിട്ട് നമ്മളിപ്പോൾ അത് അടുക്കി വെക്കുമ്പോൾ ചില കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് കാണാനും വളരെ അടിപൊളിയാണ്. അതിന് ഓരോന്നിനും ഓരോ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടെയ്നേഴ്സും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ജസ്റ്റ് സെയിൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ് ഒരു ചെറിയൊരു ഐഡിയ ആണ്, അതിപ്പം വളരെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ്സിനകത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ അവരിപ്പം ചെയ്ത ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹോളിവുഡിലുള്ള ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ അവരുടെ വീട്ടിൽ ഇവരെ വിളിച്ച് ഈ ഒരു അറേഞ്ച് ചെയ്യുന്നത് അവർ വരെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നും, കാരണം വീട്ടിലെ കാര്യങ്ങളൊന്നും അടുക്കി പറക്കാൻ പോലും ഇവർക്ക് പറ്റത്തില്ലെന്ന്. ബട്ട് ഇതൊരു ബിസിനസ്സായിട്ടും ഇതൊരു സർവീസായിട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരും. നമ്മൾ ഇതിനകത്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയ സീരീസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾക്ക് ഒരു സർവീസോ ബിസിനസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ഗ്രോ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കെയിൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലായി. ബട്ട് നിങ്ങൾക്കൊരു ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇനി പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങൾ അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ചിലവർക്ക് സ്മാർട്ട് ഫോൺ, ചിലവർക്ക് ഗെയിമിങ്, ചിലവർക്ക് ഫോട്ടോഗ്രാഫി, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഫാഷനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാഷനിനകത്തൊരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കാം. സോ ഇങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പല സബ്ജക്റ്റിലും നമുക്ക് ഓരോ ഇൻഫ്ലുവൻസേഴ്സിനെയും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിനകത്ത്. ഇൻഫ്ലുവൻസർ ആകാൻ വേണ്ടിയിട്ട് യോഗ്യത എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് 2 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഫോളോവേഴ്സ് കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഫോളോവേഴ്സ് കേൾക്കുകയും വേണം. അതായത് നിങ്ങളൊരു പ്രോഡക്റ്റ് ഇതിനകത്ത് മെയിൻ വരുന്ന കാര്യം ബൈ ആണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അവരോട് ബൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ബൈ ചെയ്യണം. അങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ അല്ല നിങ്ങൾ ഇതായിട്ട് വെച്ചേക്കുന്നത്, നിങ്ങളുടെ ഫോളോവിങ് ആയിട്ട് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകാനായിട്ട് സാധിക്കത്തില്ല. ചില്ലർ ഫോളോവേഴ്സിനെ മാത്രം നോക്കിയിട്ട് ഞാൻ സ്വയം ഒരു ഇൻഫ്ലുവൻസർ ആയി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് നമ്മൾ ഫോളോവേഴ്സ് കൗണ്ട് എന്ന് പറയുമ്പോൾ ചിലവർ പൈസ കൊടുത്ത് കയറ്റും, അതല്ലാതെ ഉടായ്പൊക്കെ കാണിച്ച് ഫോളോ ബാക്ക് ഒക്കെ ചെയ്ത് കയറ്റുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്തിട്ട് അയാളോട് പറയുകയാണ് ഫോളോ ബാക്ക് ചെയ്യാൻ, അതിന് അയാൾ നിങ്ങളെ ഫോളോ ബാക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് 2 ദിവസം കഴിയുമ്പോൾ ഇയാളെ അൺഫോളോ ചെയ്യണമെന്നായിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ചിലവരുടെ കാര്യമാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ അൺഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു ആയിരിക്കും. അപ്പോൾ അയാൾ അത് മേടിക്കുകയോ ഇല്ലയോ? ഉറപ്പായിട്ട് അത് മേടിക്കത്തില്ല. സോ അങ്ങനത്തെ ഒരു ഫോളോവേഴ്സാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഫോളോവർ കൗണ്ടാണ്. അതുകൊണ്ട് ഫോളോവേഴ്സിൻ്റെ നമ്പറിലല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എത്രയോ ഫോളോവേഴ്സ് വേണമെങ്കിൽ പൈസ കൊടുത്ത് കയറ്റാം. ആ നമ്പറിലല്ല, വാല്യുബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ പോയിന്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനകത്താണ് ഏറ്റവും കൂടുതൽ സ്കാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലക്ഷങ്ങൾ ഉണ്ടാക്കാം, കോടികൾ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്കാം നടക്കുന്നത് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില മോട്ടിവേഷൻ പേജുകളും അതേപോലെ ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, എന്തായാലും അത് നമുക്ക് വിടാം. ഇപ്പോൾ നമുക്ക് എന്താണ് ഒറിജിനലായിട്ടും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ ചില ട്രോൾ പേജുകൾ, അതേപോലെ നോർമൽ മോട്ടിവേഷൻ പേജ്, അതുപോലെ ബ്ലോഗ് ഒക്കെ എഴുതിയിടുന്നവർ, ഇങ്ങനത്തെ പേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾ ഓൾറെഡി അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ട്രാഫിക്, ആ ഒരു പേജിലും ഒരു ട്രാഫിക് ഉണ്ടായിരിക്കാം. അങ്ങനെ ആ ഒരു ട്രാഫിക് വരുമ്പോൾ നമുക്കിപ്പോൾ ട്രോളൊക്കെ വായിക്കുമ്പോഴാണെങ്കിൽ അതിന് ലൈക്ക്, കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ട്രാഫിക് അതിലേക്ക് വരും ഒരു പോസ്റ്റ് ഇടുമ്പോൾ. സോ അങ്ങനെ ഡെയിലി ഇങ്ങനെ ട്രാഫിക് വന്നുകൊണ്ടിരിക്കുന്ന പേജസ് ആയിരിക്കാം ഈ ഒരു പേജ് എന്ന് പറയും, ഈ ഒരു പേജ് റൺ ചെയ്യുന്ന പേജുകൾ. അപ്പോൾ അതുപോലെ തന്നെ ന്യൂസൊക്കെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന പേജുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ട്രാഫിക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് പെട്ടെന്ന് ഓഡിയൻസ് വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യും, പെട്ടെന്ന് കമൻറ്റ്, ലൈക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കും. സോ അങ്ങനെ ഒരു ട്രാഫിക് ഒരു പർട്ടിക്കുലർ പേജിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രാഫിക് യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ലിങ്കുകൾ കൊടുക്കാൻ പറ്റും. വാച്ച്, അതുപോലെ ഫോൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലിങ്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ ആ സാധനം മേടിക്കുമ്പം നിങ്ങൾക്ക് അതിലേക്ക് പർട്ടിക്കുലർ ഒരു കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും. അതാണ് ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേജുകളിൽ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻസും ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള നോർമൽ സ്റ്റോർ കടകളിലൊക്കെയുള്ള ആൾക്കാർ അവരുടെ സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ എന്ന രീതിയിലും ഇതിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു 5000 ഫോളോവേഴ്സ് മിനിമം 5000 ഫോളോവേഴ്സിനൊക്കെ മതിയായിരിക്കും. അത് നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ആണെങ്കിലും അത്യാവശ്യം ഒരു 1000 പേർക്ക് മുകളിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും, ഒരു സ്പോൺസർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കൊരു ഏജൻസി, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീലാൻസർ ആയിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക, അതേപോലെ ആഡ്സ് ജനറേറ്റ് ചെയ്യുക, അതേപോലെ റീൽസ്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കൊളാബറേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള പിള്ളേർ ഈ വെക്ടർ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതേപോലെ എഡിറ്റിങ്ങും ഡിസൈനിങ്ങും, അതേപോലെ ഞാൻ പറഞ്ഞുതരാം. അതായത് ചില ആൾക്കാരുണ്ട്, അവരുടെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പോസ്റ്റൊക്കെ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഒരുപാട് പേര് ചെല്ലാറുണ്ട്. അവർക്ക് ഓരോ കാര്യങ്ങളിപ്പം ആർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അവർക്ക് കൗതുകമൊക്കെ തോന്നിയിട്ട് അങ്ങനെ ആൾക്കാർ ചെല്ലാറുണ്ട്. അപ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ഓരോ വെക്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് 400-500 രൂപയാണ് കേരളത്തിലെ ആൾക്കാർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഇതെന്ന് പറയുന്നത്. അത് ചെറിയ പിള്ളേരാണ്, 16-15 വയസ്സുള്ള പിള്ളേരാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, അതായത് നിങ്ങൾക്ക് ഒരു ഏജൻറ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് വർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളത് അതിനൊക്കെ ഓരോ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്രാൻഡുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ബട്ട് ഇതുവരെ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഉടനെ എടുത്തിയാടി ചെയ്യുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി കുറച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പഠിക്കാൻ വേണ്ടി കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് കാണിക്കുക. അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ഒരു വഴിയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആകണമെന്നില്ല, നിങ്ങൾക്കത് നിങ്ങളുടെ പേജിൽ ഒരു ട്രാഫിക് വേണം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇൻഫ്ലുവൻസർ ആകുക, അങ്ങനെ ഇൻഫ്ലുവൻസർ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടിയ ഒരു ഫീൽഡാണ്. എല്ലാത്തിലും കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് എങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഇതുണ്ട്. നിങ്ങൾക്കപ്പോൾ അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റുകളൊക്കെ ഇടാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടേതായ ടാലൻ്റ് ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ അറിവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു പേജ് ഗ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു അസറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്നൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ കുറുക്ക് വഴിയിലൊക്കെ പോയി നിങ്ങൾ അകപ്പെടാതിരിക്കുക. അതേപോലെ ആവശ്യമില്ലാതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫോളോവേഴ്സിനെ ബൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ക്യാഷും പോകും, അതേപോലെ ടൈം വേസ്റ്റ് ആകും. പിന്നെ നിങ്ങൾക്ക്
പിന്നെ ആ ഒരു പേജ് ഡെഡ് ആകുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പൊട്ടത്തരം കാണിക്കാതിരിക്കുക. ഓക്കെ, അതിനാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കറക്റ്റായിട്ട് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു പേജ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനിയോ ഒരു ബിസിനസ്സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, അതിപ്പം ഓൺലൈനിലേക്ക് കൊണ്ടുവരണം, ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ്സും കാര്യങ്ങളും ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പം എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ബിസിനസ്സുകളോ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഓൺലൈനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.